ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ലേൺ വിത്ത് ആര്യ എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് LGS പരീക്ഷയ്ക്ക് ആവശ്യമായ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പുതിയ SCRT ചാപ്റ്ററുകളാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് 2 ചാപ്റ്ററുകൾ നമ്മൾ നോക്കിയിരുന്നു. ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ 8ാമത്തെ യൂണിറ്റായ നാടറിയാം എന്ന പാഠഭാഗമാണ് നോക്കാൻ പോകുന്നത്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം. PSCക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സും PYQസും റിലേറ്റഡ് ഫാക്ട്സും ഒക്കെ നമ്മൾ ഇടയ്ക്ക് പറഞ്ഞു പോകും. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം, മാതൃവന്ദനം ആരുടെ കവിതയാണ്? മാതൃവന്ദനം ആരുടെ കവിതയാണ്? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ. വള്ളത്തോൾ നാരായണ മേനോൻ. മാതൃവന്ദനം വള്ളത്തോൾ നാരായണ മേനോൻ. കേരളത്തിൻ്റെ വിസ്തീർണം എത്രയാണ്? 38,863 ചതുരശ്ര കിലോമീറ്റർ. കേരളത്തിൻ്റെ വിസ്തീർണം എത്രയാണ്? 38,863 ചതുരശ്ര കിലോമീറ്റർ. കേരളത്തിൻ്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ. അടുത്തത്, ഇന്ത്യൻ യൂണിയൻ്റെ ആകെ വിസ്തൃതിയുടെ 1.18% കേരളം. ഇന്ത്യൻ യൂണിയൻ്റെ ആകെ വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് കേരളം? 1.18% കേരളം. ഇനി അടുത്തത്, കേരളത്തിൻ്റെ ഭൂപ്രകൃതി. കേരളത്തിൻ്റെ ഭൂപ്രകൃതി നമുക്ക് 3ആയിട്ട് തിരിക്കാം. ഏതൊക്കെയാണ്? മലനാട്, ഇടനാട്, തീരപ്രദേശം. ആദ്യമായിട്ട് നമുക്ക് മലനാടിനെ നോക്കാം. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നതും കുന്നുകളും മലകളും പർവ്വതവും ഉൾപ്പെടുന്നതുമായ ഭൂപ്രകൃതി വിഭാഗമാണ് മലനാടെന്ന് പറയുന്നത്. എന്താണ്? സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നു, കുന്നുകളും മലകളും പർവ്വതങ്ങളും ഉൾപ്പെടുന്നതായ ഭൂപ്രകൃതി വിഭാഗമാണ് മലനാട്. അടുത്തത്, 44 നദികൾ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? മലനാട്ടിൽ നിന്നാണ്. നമ്മുടെ നദികൾ ഉത്ഭവിക്കുന്നത് മലനാട്ടിൽ നിന്നാണ്. തേയില, ഏലം, ഇഞ്ചി എന്നിവയാണ് പ്രധാന കൃഷി. മലനാട്ടിലെ പ്രധാന കൃഷി ഏതൊക്കെയാണ്? തേയില, ഏലം, ഇഞ്ചി. കേരളത്തിൽ മലനാട് പ്രദേശഭാഗമായി വരുന്ന മലനിരകൾ ഏതാണ്? പശ്ചിമഘട്ടം. കേരളത്തിൽ മലനാട് പ്രദേശഭാഗമായി വരുന്ന മലനിരകൾ പശ്ചിമഘട്ടം. അപ്പം മലനാട് നമുക്ക് ഒന്നുകൂടെ നോക്കാം. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നതും കുന്നുകളും മലകളും പർവ്വതങ്ങളും ഉൾപ്പെടുന്നതുമായ ഭൂപ്രകൃതി വിഭാഗമാണ് മലനാട്. 44 നദികൾ ഉത്ഭവിക്കുന്നത് മലനാട്ടിൽ നിന്നാണ്. പ്രധാന കൃഷിയിനങ്ങൾ തേയില, ഏലം, ഇഞ്ചി. കേരളത്തിൽ മലനാട് പ്രദേശഭാഗമായി വരുന്ന മലനിരകൾ ഏതാണ്? പശ്ചിമഘട്ടം. ഇമ്പോർട്ടൻ്റ് ആണ്, PSCക്ക് ചോദിക്കും. അടുത്തത്, പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടി. ഇടുക്കിയിൽ സ്ഥിതി ചെയ്യുന്നു. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. ഇത് PSC PYQ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. മറന്നു പോകരുത്, നോട്ട് ചെയ്ത് വെക്കണം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇടുക്കി. ആനമുടിയുടെ ഉയരം എത്രയാണ്? 2695 മീറ്റർ. 2695 മീറ്റർ ആണ് ആനമുടിയുടെ ഉയരം. 8842 അടി. 8842 അടി. 2695 മീറ്റർ ആണ് ആനമുടിയുടെ ഉയരം. 8842 അടി. അടുത്തത്, കേരളത്തിൻ്റെ ആകെ ഭൂവിസ്തൃതിയുടെ 48% മലനാടാണ്. കേരളത്തിൻ്റെ ആകെ ഭൂവിസ്തൃതിയുടെ 48% മലനാടാണ്. മലനാടിൻ്റെ ശരാശരി ഉയരം എത്രയാണ്? 900 മീറ്റർ. മലനാടിൻ്റെ ശരാശരി ഉയരം 900 മീറ്റർ. കേരളത്തിൻ്റെ കിഴക്ക് ഭാഗത്താണ് മലനാട് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൻ്റെ കിഴക്ക് ഭാഗത്താണ് മലനാട് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്, ഇടനാട്. മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്നതാണ് ഇടനാട്. മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്നു. അതിൻ്റെ ഉയരം സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയാണ്. 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരത്തിലാണ് ഇടനാട്. കേരളത്തിൻ്റെ ആകെ ഭൂവിസ്തൃതിയുടെ 42% ഇടനാട്. 42% ഇടനാട്, 48% മലനാട്. ഇടനാട്ടിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണ്. ഇടനാട്ടിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം ലാറ്ററൈറ്റ് മണ്ണ്. ഇടനാടിൻ്റെ പടിഞ്ഞാറേ അതിര്
എന്താണ്? തീരപ്രദേശം. ഇടനാടിൻ്റെ പടിഞ്ഞാറേ അതിര് തീരപ്രദേശമാണ്. അടുത്തതൊരു കറണ്ട് അഫയേഴ്സ് ആണ്, നമുക്ക് നോക്കാം. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ജിയോളജിക്കൽ സ്മാരകമായി പ്രഖ്യാപിച്ച ലാറ്ററൈറ്റ് കുന്ന് ഏതാണ്? അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് കുന്ന് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മലപ്പുറം. അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് കുന്ന് മലപ്പുറം. ജിയോളജിക്കൽ സ്മാരകമായി പ്രഖ്യാപിച്ച ലാറ്ററൈറ്റ് കുന്ന് ഏതാണ്? അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് കുന്ന് മലപ്പുറം. അടുത്തത് കാർഷിക വൈവിധ്യം കൊണ്ടും ജലസാന്നിധ്യം കൊണ്ടും സമ്പന്നമായ ഈ പ്രദേശത്ത് ചെറുകുന്നുകളും താഴ്വരകളും നദീതടങ്ങളും കാണപ്പെടുന്നു. എവിടെയാണ്? ഇടനാട്ടിൽ. കാർഷിക വൈവിധ്യം കൊണ്ടും ജലസാന്നിധ്യം കൊണ്ടും സമ്പന്നമായ ഈ പ്രദേശത്ത് ചെറുകുന്നുകളും താഴ്വരകളും നദീതടങ്ങളും കാണപ്പെടുന്നു. അടുത്തത് തീരപ്രദേശം. അറബിക്കടലിനോട് ചേർന്ന് കാണുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് തീരപ്രദേശം. അറബിക്കടലിനോട് ചേർന്ന് കാണുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് തീരപ്രദേശം. ഉയരം സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ വരെയാണ് ഉയരം. സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ വരെയാണ് ഉയരം. അടുത്തത് എക്കൽ അടിഞ്ഞുണ്ടായ സമതലങ്ങൾ, മണൽപ്പരപ്പുകൾ, കടൽ തീരം, കായലുകൾ, വെള്ളക്കെട്ടുകൾ എല്ലാം ഉൾപ്പെട്ടതാണ് തീരപ്രദേശം. എക്കൽ അടിഞ്ഞുണ്ടായ സമതലങ്ങൾ, മണൽപ്പരപ്പുകൾ, കടൽ തീരം, കായലുകൾ, വെള്ളക്കെട്ടുകൾ എല്ലാം ഉൾപ്പെട്ടതാണ് തീരപ്രദേശം. അടുത്തത് കേരളത്തിൻ്റെ ഭൂവിസ്തൃതിയുടെ 10% തീരപ്രദേശം. എത്ര ശതമാനമാണ്? 10%. അപ്പോൾ മലനാടോ? 48%. ഇടനാട് 42%. തീരപ്രദേശം 10%. അടുത്തത് കേരളത്തിൻ്റെ തീരദേശ ദൈർഘ്യം 550 കിലോമീറ്റർ. കേരളത്തിൻ്റെ തീരദേശ ദൈർഘ്യം എത്രയാണ്? 580 കിലോമീറ്റർ. കേരളത്തിൽ കടൽ തീരമുള്ള ജില്ലകൾ എത്ര എണ്ണമാണ്? 9 എണ്ണം. കടൽ തീരമുള്ള ജില്ലകൾ 9. കടൽ തീരം ഇല്ലാത്ത കേരളത്തിലെ ജില്ലകളോ? 5 എണ്ണം. ഏതൊക്കെയാണ്? പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട്. അടുത്തത് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഏതാ? കണ്ണൂർ. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂർ. ഏറ്റവും കുറവ് കടൽ തീരമുള്ള ജില്ല കൊല്ലം. ഏറ്റവും കുറവ് കടൽ തീരമുള്ള ജില്ല കൊല്ലം. അടുത്തത് തീരപ്രദേശത്തെ പ്രധാന കാർഷിക വിളകൾ ഏതൊക്കെയാണ്? നെല്ലും തെങ്ങും. തീരപ്രദേശത്തെ പ്രധാന കാർഷിക വിളകൾ നെല്ല്, തെങ്ങ്. ഇനി അടുത്തത് കേരളത്തിൻ്റെ കാലാവസ്ഥയെക്കുറിച്ച് നോക്കാം. പ്രധാനമായും 2 മഴക്കാലങ്ങളാണ് ഉള്ളത്. പ്രധാനമായും 2 മഴക്കാലങ്ങളാണ് ഉള്ളത്. ഒന്ന് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം, അല്ലെങ്കിൽ കാലവർഷം, അല്ലെങ്കിൽ ഇടവപ്പാതി എന്നൊക്കെ വിളിക്കും. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം, കാലവർഷം അല്ലെങ്കിൽ ഇടവപ്പാതി എന്ന് വിളിക്കുന്നതാണ്. അടുത്തത് വടക്ക് കിഴക്കൻ മൺസൂൺ കാലം, തുലാവർഷം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വടക്ക് കിഴക്കൻ മൺസൂൺ കാലം അല്ലെങ്കിൽ തുലാവർഷം. ഇനി കേരളത്തിൽ ലഭിക്കുന്ന മഴയുടെ ഭൂരിഭാഗവും എവിടെ നിന്നാണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ്. കേരളത്തിൽ നിന്ന് ലഭിക്കുന്ന മഴയുടെ ഭൂരിഭാഗവും തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ്. ഇനി അറബിക്കടലിൽ നിന്നുള്ള നീരാവി നിറഞ്ഞ കാറ്റാണ് ഇടവപ്പാതിക്ക് കാരണം. അറബിക്കടലിൽ നിന്നുള്ള നീരാവി നിറഞ്ഞ കാറ്റാണ് ഇടവപ്പാതിക്ക് കാരണം. ഇനി ഒക്ടോബർ മാസത്തോടെ ആരംഭിക്കുന്ന മഴക്കാലമാണ് വടക്ക് കിഴക്കൻ മൺസൂൺ അഥവാ തുലാവർഷം. ഒക്ടോബർ മാസത്തോടെ ആരംഭിക്കുന്ന മഴക്കാലമാണ് വടക്ക് കിഴക്കൻ മൺസൂൺ അഥവാ തുലാവർഷം. തുലാവർഷത്തിൽ ബംഗാൾ ഉൾക്കടലിൽ നിന്നുള്ള നീരാവി നിറഞ്ഞ കാറ്റാണ് മഴ പെയ്യ്ക്കുന്നത്. തുലാവർഷത്തിൽ ബംഗാൾ ഉൾക്കടലിൽ നിന്നുള്ള നീരാവി നിറഞ്ഞ കാറ്റാണ് മഴ പെയ്യിക്കുന്നത്. അടുത്തത് ചെങ്കടലിൽ കൂടി കേരളത്തിലേക്കുള്ള എളുപ്പമാർഗം കണ്ടെത്തിയത് ആരാണ്? ഹിപ്പാലസ്. ചെങ്കടലിൽ കൂടി കേരളത്തിലേക്കുള്ള എളുപ്പമാർഗം കണ്ടെത്തിയത് ഹിപ്പാലസ്. ഹിപ്പാലസ് കാറ്റ് എന്നറിയപ്പെടുന്നത് എന്താണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. ഹിപ്പാലസ് കാറ്റ് എന്നറിയപ്പെടുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണാണ്. മൺസൂണിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാ? കേരളം. മൺസൂണിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം കേരളം. കേരളം ഉൾപ്പെടുന്ന കാലാവസ്ഥാ മേഖല ഏതാണ്? ഉഷ്ണമേഖല. കേരളം ഉൾപ്പെടുന്ന കാലാവസ്ഥാ മേഖല ഉഷ്ണമേഖല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ഏതാണ്? ജൂലൈ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ജൂലൈ. ഏറ്റവും കുറവ് ലഭിക്കുന്ന മാസം ജനുവരി. ഏറ്റവും കുറവ് ജനുവരിയിലും ഏറ്റവും കൂടുതൽ ജൂലൈയിലുമാണ്. കേരളത്തിലെ ശരാശരി വാർഷിക വർഷപാതം എത്രയാണ്? 300 സെൻറ്റിമീറ്റർ. കേരളത്തിലെ ശരാശരി വാർഷിക വർഷപാതം 300 സെൻറ്റിമീറ്റർ.
മൺസൂണിന് മുമ്പായുള്ള വേനൽ മഴ അറിയപ്പെടുന്നത് മാംഗോ ഷവർ. മൺസൂണിന് മുമ്പായുള്ള വേനൽ മഴ അറിയപ്പെടുന്നത് മാംഗോ ഷവർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല ഏതാണ്? കോഴിക്കോട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല കോഴിക്കോട്. അപ്പോൾ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ലയോ? അത് തിരുവനന്തപുരം. ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ല തിരുവനന്തപുരം. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല കോഴിക്കോട്. ഇനി കേരളത്തിലെ മണ്ണിനെക്കുറിച്ച് നോക്കാം. മണ്ണിനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് പെഡോളജി. മണ്ണിനെക്കുറിച്ചുള്ള പഠനം പെഡോളജി. ഇത് PSCക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ച PYQ ആണ്. ഓർത്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. മണ്ണിനെക്കുറിച്ചുള്ള പഠനം പെഡോളജി. മണ്ണിൻ്റെ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഭൂപ്രകൃതി, മാതൃശില, കാലാവസ്ഥ, കാലപ്പഴക്കം, സസ്യങ്ങളും ജന്തുക്കളും. ഏതൊക്കെയാണ്? ഭൂപ്രകൃതി, മാതൃശില, കാലാവസ്ഥ, കാലപ്പഴക്കം, സസ്യങ്ങളും ജന്തുക്കളും. ഇനി കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് നോക്കാം. അടിസ്ഥാനപരമായി കേരളത്തിലെ മണ്ണിനങ്ങൾ അമ്ല സ്വഭാവം ഉള്ളതാണ്. അടിസ്ഥാനപരമായി കേരളത്തിലെ മണ്ണിനങ്ങൾക്ക് എന്ത് സ്വഭാവമാണുള്ളത്? അമ്ല സ്വഭാവം, അതായത് ആസിഡ് സ്വഭാവം ഉള്ളതാണ്. കേരളത്തിലെ മണ്ണിന് കാർബൺ സംവഹന ശേഷിയും ജലത്തെ നിലനിർത്താനുമുള്ള കഴിവും ഫോസ്ഫേറ്റ്, ധാതുക്കൾ എന്നിവയെ മണ്ണിൽ ഉറപ്പിക്കാനുള്ള കഴിവും വളരെ കുറവാണ്. കേരളത്തിലെ മണ്ണിന് കാർബൺ സംവഹന ശേഷിയും ജലത്തെ നിലനിർത്താനുമുള്ള കഴിവും ഫോസ്ഫേറ്റ്, ധാതുക്കൾ എന്നിവയെ മണ്ണിൽ ഉറപ്പിക്കാനുള്ള കഴിവും വളരെ കുറവാണ്. കേരളത്തിലെ പ്രധാന മണ്ണിനങ്ങൾ നമുക്ക് നോക്കാം. ആദ്യത്തേത് ചെങ്കൽ മണ്ണ്. കേരളത്തിൽ കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനമാണ് ഏത്? ചെങ്കൽ മണ്ണ്. കേരളത്തിൽ കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനം ചെങ്കൽ മണ്ണ്. തെങ്ങ്, വാഴ, കുരുമുളക്, കശുമാവ്, മരച്ചീനി, കൈതച്ചക്ക എന്നിവയ്ക്ക് അനുയോജ്യമായ മണ്ണാണ് ചെങ്കൽ മണ്ണ്. തെങ്ങ്, വാഴ, കുരുമുളക്, കശുമാവ്, മരച്ചീനി, കൈതച്ചക്ക എന്നിവയ്ക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? ചെങ്കൽ മണ്ണ്. നനയുമ്പോൾ പശിമയും വെയിലേൽക്കുമ്പോൾ കാഠിന്യവും പ്രകടമാകുന്ന ഈ മണ്ണിന് അമ്ലഗുണം കൂടുതലാണ്. നനയുമ്പോൾ പശിമയും വെയിലേൽക്കുമ്പോൾ കാഠിന്യവും പ്രകടമാകുന്ന ഈ മണ്ണിന് അമ്ലഗുണം കൂടുതലാണ്. അടുത്തത് ചെമ്മണ്ണ്. ഇരുമ്പിൻ്റെ അംശം കൂടുതലുള്ളതിനാൽ ചുവപ്പ് നിറത്തിൽ കാണുന്നു. ഇരുമ്പിൻ്റെ അംശം കൂടുതലുള്ളതിനാൽ ചുവപ്പ് നിറത്തിൽ കാണുന്നു. കേരളത്തിൽ തിരുവനന്തപുരം, നെയ്യാറ്റിൻകര പ്രദേശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന മണ്ണാണ് ഏത്? ചെമ്മണ്ണ്. കേരളത്തിൽ തിരുവനന്തപുരം, നെയ്യാറ്റിൻകര പ്രദേശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? ചെമ്മണ്ണ്. അടുത്തത് എക്കൽ മണ്ണ്. നദീതീരങ്ങളിൽ കാണപ്പെടുന്നു. ഫലപുഷ്ടി കൂടുതലുള്ള എക്കൽ മണ്ണിൽ നെല്ല്, വാഴ, പച്ചക്കറികൾ എന്നിവ കൃഷി ചെയ്യുന്നു. ഫലപുഷ്ടി കൂടുതലുള്ള എക്കൽ മണ്ണിൽ നെല്ല്, വാഴ, പച്ചക്കറികൾ എന്നിവ കൃഷി ചെയ്യുന്നു. വളക്കൂറ് കൂടുതലാണ് എക്കൽ മണ്ണിന്. വളക്കൂറ് കൂടുതലാണ്. അടുത്തത് വനമണ്ണ്. കേരളത്തിലെ ആകെ ഭൂവിസ്തൃതിയുടെ 25% കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? വനമണ്ണ്. കേരളത്തിലെ ആകെ ഭൂവിസ്തൃതിയുടെ 25% ഏത് മണ്ണാണ്? വനമണ്ണ്. അമ്ലാംശം, ജൈവാംശം, നൈട്രജൻ എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഏതിലാണ്? വനമണ്ണിൽ. അമ്ലാംശം, ജൈവാംശം, നൈട്രജൻ എന്നിവ അടങ്ങിയിട്ടുണ്ട്. കുറച്ച് ഫാക്ട്സ് നമുക്ക് നോക്കാം. ലോക മണ്ണ് ദിനം എന്നാണ്? ഡിസംബർ 5. ലോക മണ്ണ് ദിനം ഡിസംബർ 5. അന്താരാഷ്ട്ര മണ്ണ് വർഷമായിട്ട് ആചരിച്ചത് 2015. അന്താരാഷ്ട്ര മണ്ണ് വർഷം 2015. ലോക മണ്ണ് ദിനം ഡിസംബർ 5. അന്താരാഷ്ട്ര മണ്ണ് വർഷം 2015. അടുത്തത് കറുത്ത മണ്ണ്. കേരളത്തിൽ പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിൽ മാത്രം കാണപ്പെടുന്ന മണ്ണിനമാണ് ഏത്? കറുത്ത മണ്ണ്. കേരളത്തിൽ പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിൽ മാത്രം കാണപ്പെടുന്ന മണ്ണിനമാണ് കറുത്ത മണ്ണ്. പരുത്തി, കരിമ്പ്, നിലക്കടല എന്നീ വിളകൾക്ക് അനുയോജ്യമാണ്. ഏതാണ്? കറുത്ത മണ്ണ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് കറുത്ത മണ്ണ്. പരുത്തി, കരിമ്പ്, നിലക്കടല എന്നീ വിളകൾക്ക് അനുയോജ്യമാണ് ഏത്? കറുത്ത മണ്ണ്. എവിടെ കാണുന്നു? പാലക്കാടിലെ ചിറ്റൂരിൽ കാണുന്നു. ഇനി അടുത്തത് പീറ്റ് മണ്ണ്. കേരളത്തിലെ ചതുപ്പ് പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണിനമാണ് ഏത്? പീറ്റ് മണ്ണ്. കേരളത്തിലെ ചതുപ്പ് പ്രദേശങ്ങളിൽ കാണുന്ന മണ്ണിനം പീറ്റ് മണ്ണ്. കണ്ടൽ ചെടിയുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? പീറ്റ് മണ്ണ്. കണ്ടൽ ചെടിയുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായ മണ്ണ് പീറ്റ് മണ്ണ്. PSC PYQ ആണ്, ഓർത്ത് വെക്കണം. കണ്ടൽ ചെടിയുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? പീറ്റ് മണ്ണ്. ഇനി ഓണാട്ടുകര മണ്ണ്. ചാരനിറത്തിലുള്ളതും ജൈവാംശം കുറഞ്ഞതും ലവണാംശം കൂടുതലുള്ളതുമായ മണ്ണ് ഏതാണ്? ഓണാട്ടുകര മണ്ണ്. ചാരനിറത്തിലുള്ളത്, ജൈവാംശം കുറവും
ലവണാംശം കൂടുതലുള്ളതുമായ മണ്ണ് ഏതാണ്? ഓണാട്ടുകര മണ്ണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ നെല്ലും കരപ്രദേശങ്ങളിൽ തെങ്ങ്, കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്നിവയും കൃഷി ചെയ്യാം. താഴ്ന്ന പ്രദേശങ്ങളിൽ നെല്ലും കരപ്രദേശങ്ങളിൽ തെങ്ങ്, കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്നിവയും കൃഷി ചെയ്യാം. മണ്ണിൻ്റെ ശോഷണത്തിന് കാരണമാകുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായിട്ട് വനനശീകരണം, കുന്നിടിക്കൽ, അശാസ്ത്രീയ ഖനന പ്രവർത്തനം, മണ്ണിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, അമിത രാസവള കീടനാശിനി പ്രയോഗം. ഇവയൊക്കെ എന്താണ്? മണ്ണിൻ്റെ ശോഷണത്തിന് കാരണമാകുന്ന പ്രവർത്തനങ്ങളാണ് അല്ലേ? എന്തൊക്കെയാണ്? വനനശീകരണം, കുന്നിടിക്കൽ, ഖനന പ്രവർത്തനം, പിന്നെ മണ്ണിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, പിന്നെ അമിത രാസവള കീടനാശിനി പ്രയോഗമൊക്കെ എന്താണ്? മണ്ണിൻ്റെ ശോഷണത്തിന് കാരണമാകുന്ന പ്രവർത്തനങ്ങളാണ്. ഇനി അടുത്ത മണ്ണ് സംരക്ഷണ മാർഗങ്ങൾ എന്തൊക്കെയാണ്? വനനശീകരണം തടയൽ, കണ്ടൽ കാടുകൾ വെച്ച് പിടിപ്പിക്കൽ, വിള പരിവൃത്തി, തടയണ നിർമ്മാണമൊക്കെ മണ്ണ് സംരക്ഷണ മാർഗങ്ങളാണ്. എന്തൊക്കെയാണ്? കണ്ടൽക്കാടുകൾ വെച്ച് പിടിപ്പിക്കുക, വനനശീകരണം തടയുക, വിളപരിവൃത്തി, തടയണ നിർമ്മാണം. ഇനി അടുത്ത് നോക്കിയേ, മണ്ണ് ആപ്പ് എന്താണ്? ഒരു പ്രദേശത്തെ പ്രധാന മണ്ണിനങ്ങളെയും മണ്ണിൻ്റെ പോഷകനിലയെയും കണ്ടെത്താൻ കേരള സർക്കാർ സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ വകുപ്പ് വികസിപ്പിച്ചെടുത്ത ഒരു ആപ്പാണ് എന്ത്? മണ്ണ് ആപ്പ് എന്ന് പറയുന്നത്. ഒരു പ്രദേശത്തെ പ്രധാന മണ്ണിനങ്ങളെയും മണ്ണിൻ്റെ പോഷകനിലയെയും കണ്ടെത്താൻ കേരള സർക്കാർ സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ വകുപ്പ് വികസിപ്പിച്ചെടുത്ത ആപ്പിൻ്റെ പേരെന്താണ്? മണ്ണ് ആപ്പ്. ഇനി കേരളത്തിലെ ജലസ്രോതസ്സുകളെ പറ്റി നമുക്ക് നോക്കാം. ജലസമൃദ്ധി എന്ന കവിത എഴുതിയത് ആരാണ്? മുരുകൻ കാട്ടാക്കട. ജലസമൃദ്ധി എന്ന കവിത എഴുതിയത് മുരുകൻ കാട്ടാക്കട. കേരളത്തിലെ നദികളുടെ എണ്ണം 44. പടിഞ്ഞാറോട്ടൊഴുകുന്നവ 41, കിഴക്കോട്ടൊഴുകുന്നവ 3. ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ. ഇനി കേരളത്തിലൂടെ ഒഴുകുന്ന നദികൾ ഉത്ഭവിക്കുന്ന പർവ്വതനിര ഏതാണ്? പശ്ചിമഘട്ടം. കേരളത്തിലൂടെ ഒഴുകുന്ന നദികൾ ഉത്ഭവിക്കുന്ന പർവ്വതനിര പശ്ചിമഘട്ടം. അടുത്തത് ജലസ്രോതസ്സുകൾ സംരക്ഷിക്കാനുള്ള വിവിധ സർക്കാർ പദ്ധതികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പദ്ധതിയും നിർവഹണവും നമുക്ക് നോക്കാം. ആദ്യത്തേത് ഇനി ഞാൻ ഒഴുകട്ടെ, ഹരിത കേരള മിഷൻ. ഇനി ഞാൻ ഒഴുകട്ടെ, ഹരിത കേരള മിഷൻ. മാലിന്യമുക്ത നവകേരളം, തദ്ദേശ സ്വയംഭരണ വകുപ്പ്. മാലിന്യമുക്ത നവകേരളം, തദ്ദേശ സ്വയംഭരണ വകുപ്പ്. അടുത്തത് തെളിനീരൊഴുകും കേരളം. അത് നിർവഹിക്കുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പ്. തെളിനീരൊഴുകും കേരളം, തദ്ദേശ സ്വയംഭരണ വകുപ്പ്. ജൽജീവൻ മിഷൻ ആരാണ്? കേന്ദ്ര സർക്കാരിൻ്റെതാണ്. ജൽജീവൻ മിഷൻ കേന്ദ്ര സർക്കാരിൻ്റെതാണ്. ഒന്നുകൂടെ പറയാം. ഇനി ഞാൻ ഒഴുകട്ടെ, ഹരിത കേരളം മിഷൻ. മാലിന്യമുക്ത നവകേരളം, തദ്ദേശ സ്വയംഭരണ വകുപ്പ്. തെളിനീരൊഴുകും കേരളം, തദ്ദേശ സ്വയംഭരണ വകുപ്പ്. ജൽജീവൻ മിഷൻ കേന്ദ്ര സർക്കാരിൻ്റെതാണ്. അടുത്തത് കേരളത്തിൻ്റെ വിളവൈവിധ്യം. ഒരു പ്രദേശത്തെ കൃഷിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യത്തേത് ഭൂപ്രകൃതി, മണ്ണ്, കാലാവസ്ഥ, ജലസേചന സൗകര്യം. ഇവയൊക്കെ ഒരു പ്രദേശത്തെ കൃഷിയെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ഭൂപ്രകൃതി, മണ്ണ്, കാലാവസ്ഥ, ജലസേചന സൗകര്യം. അടുത്തത് ഇടനാട് പ്രദേശത്തെ പ്രധാന കൃഷികൾ എന്തൊക്കെയാണ്? കിഴങ്ങ് വർഗ്ഗങ്ങൾ, റബ്ബർ, വാഴ. കിഴങ്ങ് വർഗ്ഗങ്ങൾ, റബ്ബർ, വാഴ. അടുത്തത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? കേരളം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്ന സംസ്ഥാനം കേരളം. തേയില വ്യാപകമായി കൃഷി ചെയ്യുന്ന പ്രദേശങ്ങൾ എവിടെയാണ്? മൂന്നാർ, പീരുമേട്. എവിടെയാണ്? ഇടുക്കിയിലെ മൂന്നാർ, പീരുമേട്. വയനാട്ടിലെ മേപ്പാടി, വൈത്തിരി. തിരുവനന്തപുരത്തെ പൊന്മുടി. ഇവിടെയൊക്കെയാണ് തേയില വ്യാപകമായി കൃഷി ചെയ്യുന്നത്. എവിടെയൊക്കെയാണ്? മൂന്നാർ, പീരുമേട്, ഇടുക്കി, മേപ്പാടി, വൈത്തിരി, വയനാട്, പൊന്മുടി, തിരുവനന്തപുരം. ഇനി സമുദ്രനിരപ്പിന് താഴെ നെൽകൃഷിയുള്ള ലോകത്തിലെ ഏക പ്രദേശം ഏതാണ്? ആലപ്പുഴ ജില്ലയിലെ കുട്ടനാടാണ്. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് PSCP വായിക്കുവാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. സമുദ്രനിരപ്പിന് താഴെ നെൽകൃഷിയുള്ള ലോകത്തിലെ ഏക പ്രദേശം കുട്ടനാടാണ്. കേരളത്തിലെ ആധുനിക കൃഷി രീതികൾ നമുക്ക് നോക്കാം. ഹൈഡ്രോപോണിക്സ്. ചെടികളെ പോഷകലായനിയിൽ വളർത്തുന്ന രീതിയാണ് എന്ത്? ഹൈഡ്രോപോണിക്സ്. ചെടികളെ പോഷകലായനിയിൽ വളർത്തുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ്. മണ്ണില്ലാതെയുള്ള കൃഷിരീതിയാണിത്. മണ്ണില്ലാതെയുള്ള കൃഷിരീതിയാണ് ഏത്? ഹൈഡ്രോപോണിക്സ്. ഇനി എയറോപോണിക്സ്. വേരുകൾ വായുവിലേക്ക് വളർന്നിറങ്ങുന്ന രീതിയിൽ
സസ്യങ്ങളെ വളർത്തി പോഷകങ്ങൾ വേരുകളിലേക്ക് നേരിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന കൃഷിരീതിയാണ് എന്ത്? എയറോപോണിക്സ്. വേരുകൾ വായുവിലേക്ക് വളർന്നിറങ്ങുന്ന രീതിയിൽ സസ്യങ്ങളെ വളർത്തി പോഷകങ്ങൾ വേരുകളിലേക്ക് നേരിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന കൃഷിരീതിയാണ് ഏത്? എയറോപോണിക്സ് എന്ന് പറയുന്നത്. മണ്ണില്ലാതെയുള്ള ഒരു കൃഷിരീതി കൂടിയാണ് എന്ത്? എയറോപോണിക്സ്. അടുത്തത്, ചില പ്രത്യേക ഇനം കൃഷിവിളകൾ ഏതാനും നാളുകൾ മാത്രം വളർത്തിയെടുത്ത് ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന രീതിയാണ് എന്ത്? മൈക്രോഗ്രീൻ. ചില പ്രത്യേക ഇനം കൃഷിവിളകൾ ഏതാനും നാളുകൾ മാത്രം വളർത്തിയെടുത്ത് ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന രീതിയാണ് മൈക്രോഗ്രീൻ. പൂർണ്ണ വളർച്ചയെത്തിയ ചെടികളേക്കാൾ 5 മടങ്ങിലേറെ പോഷകാംശം ഇതിലുണ്ട്. പൂർണ്ണ വളർച്ചയെത്തിയ ചെടികളേക്കാൾ 5 മടങ്ങിലേറെ പോഷകാംശം ഇതിലുണ്ട്. ഉദാഹരണം ചുവന്ന ചീര, പച്ചച്ചീര, കടുക്, മല്ലി, ഉലുവ തുടങ്ങിയവ. അടുത്തത്, കേരളത്തിൻ്റെ തൊഴിൽ വൈവിധ്യം. മലനാട്ടിൽ തേയില, റബ്ബർ, കാപ്പിയൊക്കെയാണ് കൃഷി ചെയ്യുന്നത്. ഇടനാട്ടിൽ തെങ്ങ്, റബ്ബർ, നെൽകൃഷി. മലനാട്ടിൽ തേയില, റബ്ബർ, കാപ്പി. ഇടനാട്ടിൽ തെങ്ങ്, റബ്ബർ, നെൽകൃഷി. തീരപ്രദേശത്ത് മത്സ്യബന്ധനം, നെൽകൃഷി. തീരപ്രദേശത്ത് മത്സ്യബന്ധനം, നെൽകൃഷി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്നത് കേരളത്തിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്നത് കേരളത്തിലാണ്. ഇനി പ്രകൃതി ദുരന്തങ്ങൾ. പ്രകൃതിദത്തമായ കാരണങ്ങളാൽ ഉണ്ടാകുന്ന ദുരന്തങ്ങൾ അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? പ്രകൃതി ദുരന്തങ്ങൾ. പ്രകൃതിദത്തമായ കാരണങ്ങൾ ഉണ്ടാകുന്ന ദുരന്തങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾ എന്ന് അറിയപ്പെടുന്നു. കേരളത്തിൽ സുനാമി ഉണ്ടായ വർഷം എന്താണ്? 2004 ഡിസംബർ 26. കേരളത്തിൽ സുനാമി ഉണ്ടായ വർഷം 2004 ഡിസംബർ 26. കേരളത്തിൽ പ്രളയമുണ്ടായ വർഷങ്ങൾ ഏതാണ്? 2018, 19 കാലയളവിലാണ് കേരളത്തിൽ പ്രളയം ഉണ്ടായ വർഷങ്ങൾ. 2018, 19. 2018 മഹാപ്രളയത്തെക്കുറിച്ചുള്ള മലയാള സിനിമ ഏതാണ്? 2018. സംവിധാനം ജൂഡ് ആൻ്റണി ജോസഫ്. 2018 സംവിധാനം ജൂഡ് ആൻ്റണി ജോസഫ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭീഷണി ഉയർത്തുന്ന ദുരന്തം ഏതാണ്? ഉരുൾപൊട്ടൽ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭീഷണി ഉയർത്തുന്ന ദുരന്തം ഏതാണ്? ഉരുൾപൊട്ടൽ. അടുത്തത്, ചെരിവുള്ള പ്രദേശങ്ങളിൽ അതിശക്തമായ മഴ പെയ്യുമ്പോൾ ഇളകിയ പാറയുടെയും മറ്റ് അടിയിലെ മണ്ണ് വെള്ളത്തിൻ്റെ തള്ളൽ മൂലം താഴേക്ക് നീങ്ങാൻ ഇടയാകുന്നു. ഭൂഗുരുത്വം മൂലം ആ ഭാഗം ഒന്നാകെ വൻ ശബ്ദത്തോടെ ഇടിഞ്ഞു വീഴുന്ന പ്രതിഭാസം അറിയപ്പെടുന്നത് എന്താണ്? ഉരുൾപൊട്ടൽ. എന്താണ്? ഉരുൾപൊട്ടൽ. അടുത്തത്, മഴക്കാലത്ത് ധാരാളമായി വെള്ളം ഒഴുകിയെത്തുമ്പോൾ നദികൾക്ക് ആ വെള്ളം മുഴുവനും ഉൾക്കൊള്ളാൻ കഴിയാതിരിക്കുകയും നദി കരകവിഞ്ഞൊഴുകുകയും ചെയ്യുന്ന പ്രതിഭാസം എന്താണ്? വെള്ളപ്പൊക്കം. നദി കരകവിഞ്ഞൊഴുകുന്ന പ്രതിഭാസം വെള്ളപ്പൊക്കം. കനത്ത മഴയെ തുടർന്ന് നോക്കി നിൽക്കെ ജലനിരപ്പ് ഉയർന്ന പ്രതിഭാസം എന്താണ്? മഴവെള്ളപ്പാച്ചിൽ. കനത്ത മഴയെ തുടർന്ന് നോക്കി നിൽക്കെ ജലനിരപ്പ് ഉയരുന്ന പ്രതിഭാസം മഴവെള്ളപ്പാച്ചിൽ. പ്രകൃതി ദുരന്തങ്ങളിൽ ഏറ്റവും പ്രവചനാതീതവും വിനാശകാരിയുമായ ദുരന്തം ഏതാണ്? ഭൂകമ്പം. പ്രകൃതി ദുരന്തങ്ങളിൽ ഏറ്റവും പ്രവചനാതീതവും വിനാശകാരിയുമായ ദുരന്തം ഭൂകമ്പം. ഇനി കുറച്ച് ഫാക്ട്സ് നമുക്ക് നോക്കാം. കേരളത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും പഴക്കമുള്ള വെള്ളപ്പൊക്കം ഏതാണ്? CE 1341 വെള്ളപ്പൊക്കമാണ്. CE 1341 വെള്ളപ്പൊക്കം. അതിൻ്റെ ചരിത്ര പ്രാധാന്യമുള്ള പോയിന്റുകൾ നോക്കാം. 1341 കേരളത്തിൽ ഭൂകമ്പത്തോടനുബന്ധിച്ചാണ് മഹാവെള്ളപ്പൊക്കം ഉണ്ടായത്. അതിൽ പെരിയാർ നദിയുടെ ഗതി മാറി വേമ്പനാട്ട് കായൽ രൂപപ്പെട്ടു. ഒസിരിസ്, കൊടുങ്ങല്ലൂർ തുറമുഖമൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. ഇത് 1341 പെരിയാർ വെള്ളപ്പൊക്കം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അടുത്തത്, 1341 വെള്ളപ്പൊക്കത്തെക്കുറിച്ച് അറിവ് നൽകിയ ഗ്രീക്ക് പണ്ഡിതനായ പ്ലീനിയുടെ ഗ്രന്ഥം ഏതാണ്? നാച്ചുറൽ ഹിസ്റ്ററി. 1341 വെള്ളപ്പൊക്കത്തെക്കുറിച്ച് അറിവ് നൽകിയ ഗ്രീക്ക് പണ്ഡിതനായ പ്ലീനിയുടെ ഗ്രന്ഥം നാച്ചുറൽ ഹിസ്റ്ററി. കൊച്ചി തുറമുഖം രൂപപ്പെടാൻ കാരണമായ വെള്ളപ്പൊക്കം ഏതാണ്? 1341 പെരിയാറിലെ വെള്ളപ്പൊക്കമാണ്. കൊച്ചി തുറമുഖം രൂപപ്പെടാൻ കാരണമായ വെള്ളപ്പൊക്കം 1341 പെരിയാറിലെ വെള്ളപ്പൊക്കം. 99 വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്നത് കൊല്ലവർഷം 1099 നടന്ന വെള്ളപ്പൊക്കമാണ്. CE 1924. കൊല്ലവർഷം 1099 നടന്ന വെള്ളപ്പൊക്കമാണ് 99 വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്നത്. CE 1924. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ 8ാമത്തെ ചാപ്റ്ററായ നാടറിയാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PSC പോയിൻറ്റ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള പാഠഭാഗമാണ്.
എല്ലാവരും നന്നായിട്ട് പഠിക്കണം, പോയിൻറ്റ്സൊക്കെ നോട്ട് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.